സാറേ മ്യൂട്ടായി, സാറേ ഒന്ന് അൺമ്യൂട്ട് ചെയ്യോ? മുരളി സാറേ മ്യൂട്ടായി. ഓക്കെ. അപ്പൊ ഈ പ്രോഡക്റ്റ് സുമ സന്തോഷ് മാഡമാണ് ഞങ്ങളെ പരിചയപ്പെടുത്തിയത്. അപ്പൊ അതിനു വേണ്ടിയിട്ട് ആദ്യം നമ്മുടെ വൈഫിന്റെ അമ്മയ്ക്കാണ് ഈ പ്രോഡക്റ്റ് നമ്മൾ ആദ്യം യൂസ് ചെയ്തത്. അമ്മയ്ക്ക് ഇതുപോലെ മുട്ടുവേദന ഉണ്ടായിരുന്നു, അതുപോലെ വെരിക്കോസ് വെയിന് ഒക്കെ ആയിരുന്നു ബുദ്ധിമുട്ടുകൾ. അമ്മയ്ക്ക് നടക്കാനൊക്കെ ഒരുപാട് ബുദ്ധിമുട്ട്. വെരിക്കോസ് വെയിൻ എന്ന് പറഞ്ഞാൽ വെയിൻസ് ഒക്കെയാണ് തന്നെ ഉരുണ്ടിരിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ ഈ പ്രോഡക്റ്റുകൾ, അതായത് ബ്ലഡ് പ്യൂരിഫയർ, നാൻസിയം, അതുപോലെ തന്നെ വേദന ക്യാപ്സൂള്, വേദന ജെല്ല്, ചാമ്പി, ഇത്രയാണ് അമ്മയ്ക്ക് അന്ന് മഞ്ജു മാഡം കൊണ്ട് കൊടുത്തത്. അപ്പൊ അതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴത്തേന് അമ്മയ്ക്ക് നല്ലൊരു റിസൾട്ട് കിട്ടി. അമ്മയ്ക്ക് അത് ബുദ്ധിമുട്ട് നടക്കാനുള്ള ആ ഒരു പ്രശ്നമൊക്കെ കുറെ മാറി കിട്ടി. അങ്ങനെ ഒരു റിസൾട്ട് കൈ വന്നു കഴിഞ്ഞപ്പോഴാണ് എന്നാ ഞാനും ഒന്ന് ഉപയോഗിക്കാന്ന് വിചാരിച്ച് ഞാൻ ആ പ്രോഡക്റ്റുകൾ ഉപയോഗിച്ചു. അപ്പൊ എനിക്ക് ഈ മുട്ടിന് വേദന, എനിക്ക് പണ്ടൊരു ആക്സിഡന്റ് ഉണ്ടായതിന്റെ പേരിൽ എനിക്ക് കാലിന് ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു നടക്കുന്നതിനൊക്കെ. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഞാൻ ഉപയോഗിച്ചത് ഈ ചാമ്പിത്തൈലും ജെല്ലും ഉപയോഗിച്ചു. അത് കൂടാതെ തന്നെ നാൻസിയം, അതുപോലെ നോവേദന ക്യാപ്സൂള്, ഇതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ലൊരു റിസൾട്ട് അതിന്റെ കൂടെ കിട്ടി. ഒപ്പം എനിക്കുള്ള ഒരു പ്രശ്നം എന്തായിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ രാത്രിയിലൊക്കെ ഒരു സമയമല്ലാത്ത സമയങ്ങളിലൊക്കെ നമ്മുടെ മസിൽ കയറി പിടിക്കുമായിരുന്നു. അപ്പൊ അങ്ങനെ ആ ഒരു പ്രശ്നത്തിനൂടെ ബ്ലഡ് പ്യൂരിഫയറൂടെ കഴിച്ചു കഴിഞ്ഞപ്പോ ആ ഒരു പ്രശ്നം കൂടെ മാറി കിട്ടി. ഇങ്ങനൊക്കെ നമുക്ക് റിസൾട്ട് കിട്ടി കഴിഞ്ഞപ്പോ എനിക്ക് പിന്നെ അതിന് കൂടാതെ തന്നെ എനിക്കൊരു ഓപ്പറേഷന്റെ ഒരു പ്രശ്നം വന്നു. അതായത് ഇരണ്യാടി ഒരു പ്രശ്നം വന്നപ്പോഴൊരു ഓപ്പറേഷത്തിന്റെ ആവശ്യം വന്നപ്പോൾ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പല ടെസ്റ്റ് ചെയ്ത സമയത്ത് HbA1c ചെയ്തപ്പോഴാണ് എനിക്ക് ഷുഗറിന്റെ പ്രശ്നം ഉണ്ടെന്ന് അറിയുന്നത്. അപ്പൊ അന്നേരം ഡോക്ടർ പറഞ്ഞു ഇപ്പൊ ചെയ്യാൻ പറ്റത്തില്ല, ഷുഗറിന്റെ മാറിക്കഴിഞ്ഞാൽ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഷുഗറിന് വേണ്ടിയിട്ട് ഡയാബേൻ, പിന്നെ അതുപോലെ തന്നെ സ്പൈർനാവോൾഡ്, ഇത് ഇത്രയും നമ്മൾ ഉപയോഗിച്ച് ഏതാണ്ട് 6-7 മാസത്തോടു കൂടി ഞാൻ കഴിച്ചതിന്റെ ഫലമായിട്ട് എനിക്ക് അതൊരു നോർമൽ സ്റ്റേജിലേക്ക് എത്തി. നോർമൽ സ്റ്റേജിലേക്ക് എത്തിയ ശേഷമാണ് എനിക്ക് ആ ഓപ്പറേഷൻ നടത്താൻ പറ്റിയത്. അങ്ങനെ നല്ല റിസൾട്ടുകളാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതിന് കൂടാതെ നമ്മൾ പുറത്തു കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്ത ഒരു ചേച്ചിയുടെ ഹസ്ബൻഡിന് ഇതുപോലെ തിമിരമായിരുന്നു. പുള്ളിക്ക് തിമിരത്തിന്റെ പ്രശ്നം കൊണ്ട് ഡോക്ടറെ പോയി കണ്ടു. അപ്പൊ പുള്ളിക്ക് ഷുഗർ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞല്ല, അത് പറ്റത്തില്ല എന്ന് പറഞ്ഞാണ്. അപ്പൊ അങ്ങനെ ടെസ്റ്റ് ചെയ്തപ്പോ ഷുഗർ കൂടുതലാണ്. അപ്പൊ അതിപ്പോ ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു വിട്ടു കഴിഞ്ഞപ്പോ എന്താണ് നമ്മൾ പറഞ്ഞൊരു കാര്യം ചെയ്യും, നമ്മുടെ ഇങ്ങനെ നല്ലൊരു പ്രോഡക്റ്റ് ഉണ്ട്, എനർജി എന്ന് പറഞ്ഞൊരു പ്രോഡക്റ്റ് ഉണ്ട്, അത് നിങ്ങൾ റെഗുലറായിട്ട് ഉപയോഗിച്ച് 2-3 നേരം റെഗുലറായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ഇതിന് വ്യത്യാസം വരുമെന്ന് പറഞ്ഞു. അമ്മ അങ്ങനെ ഉപയോഗിക്കാൻ അവർ തയ്യാറായി. ആ ചേട്ടനാണ് റെഗുലറായിട്ട് അത് ഉപയോഗിച്ചു. ഇപ്പം ആ ഓപ്പറേഷൻ എന്ന് പറയുന്ന സംഗതി വേണ്ട എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഒരു പ്രശ്നവുമില്ല, കണ്ണിന് നല്ല തെളിച്ചം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു റിസൾട്ടോടെ നമുക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ചേച്ചിക്കാണേലും കാലിന്റെ മുട്ടിനൊക്കെ നല്ല വേദനയായിരുന്നു. അങ്ങനെ ചാമ്പിത്തൈലും ജെല്ലും ഉപയോഗിച്ചു. അതുകൂടാതെ തന്നെ കാലിന്റെ മുട്ടിന് താഴോട്ടൊക്കെ നല്ല കറുപ്പ് കളറാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടൊക്കെ ഇത് മാത്രമേ നമ്മൾ കൊടുത്തുള്ളൂ. അപ്പൊ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴത്തേന് പുള്ളിക്കാരത്തിയുടെ ആ ഒരു പ്രശ്നം മാറി കിട്ടി. ഇങ്ങനെയുള്ള റിസൾട്ടുകൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ശ്വാസം മുട്ടലുള്ള ഒരു വ്യക്തിക്ക്, അതായത് പുള്ളിക്കാരത്തി AIMS ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന പാർട്ടിയാണ്. അപ്പൊ പുള്ളിക്കാരത്തിയോട് നമ്മൾ ഇങ്ങനെ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോ പുള്ളിക്കാരത്തി ശ്വാസം മുട്ടലുണ്ടായിരുന്നു. ഇംഗ്ലീഷ് മരുന്നൊക്കെ ഒത്തിരി കഴിച്ചെങ്കിലും പുള്ളിക്കാരത്തി ഡോക്ടർ ഒരു നേഴ്സ് ആയതുകൊണ്ട് ഇംഗ്ലീഷ് മരുന്നൊക്കെ കഴിച്ചാൽ അവർക്ക് അറിയാവില്ല അതിന്റെ പാർശ്വഫലങ്ങൾ എന്താണെന്നുള്ളത്. അപ്പൊ അവര് നമ്മളോട് ഇതുപോലെ ഉണ്ടെന്ന് ചോദിച്ചിട്ട് നമ്മൾ പറഞ്ഞു ആയുഷ്വാസം എന്ന് പറയുന്നുണ്ട്, അതുപോലെ കഫ്നില്, പിന്നെ ഇതെന്താ പറയണേ നമ്മുടെ കവചപ്രാശം, ഇത്രയും നമ്മൾ പുള്ളിക്കാരത്തി കൊടുത്തു. അത് ഉപയോഗിച്ച് കഴിഞ്ഞപ്പോഴത്തേന് നല്ല മാറ്റം പുള്ളിക്കാരത്തിക്ക് ഉണ്ടായത്. ഒരു ബുദ്ധിമുട്ടും ഇല്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പം കൊച്ചിന്റെ എന്തോ ഒരു ബുദ്ധിമുട്ടോ പ്രശ്നമായിട്ട് നാട്ടിൽ പോയി കുറച്ച് 2 മാസം കണ്ട് നാട്ടിൽ നിന്ന് കഴിഞ്ഞപ്പോ ഒരു കുഴപ്പമില്ല. നാട്ടിൽ നിന്നപ്പോ ഒരു കുഴപ്പമില്ല. തിരിച്ച് ഇവിടെ എത്തി കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും ആ ശ്വാസം മുട്ടല് കണ്ടിന്യൂ ആയി തുടങ്ങി. അപ്പൊ പിന്നെ നമ്മളെ സമീപിച്ചു. നമ്മളോട് പറഞ്ഞു എനിക്ക് അതുപോലെ ആ പ്രോഡക്റ്റ് വേണമെന്ന് പറഞ്ഞു. നമ്മളത് പിന്നെ എത്തിച്ചു കൊടുത്തു. ഇപ്പൊ ഒരു ബുദ്ധിമുട്ടും ഇല്ല, അത് കഴിക്കുന്നുണ്ട്, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതിരിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള റിസൾട്ടുകളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പിന്നെ ഞാൻ റീസെന്റ് ഒരു പൈൽസിന്റെ ഒരു ഇത് കൊടുത്തിട്ടുണ്ട്. അതായത് എന്റെ ഒരു കൂട്ടുകാരനായിരുന്നു, ഞാൻ നിരന്തരമായിട്ട് പുള്ളിയെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. പക്ഷെ ചില സമയത്തൊന്നും ഫോൺ എടുക്കുകയല്ല. അപ്പൊ എടുക്കാതെ വന്ന് ഇങ്ങനെ ഞാൻ ഒരു ദിവസം വിളിച്ചപ്പം ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യും, ഞാൻ ആ വീട്ടിലോട്ട് വരുവാ, ഇനി ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും വൈഫും കൂടെ പോയി അവിടെ വീട്ടിൽ പോയി ഇരുന്ന് സംസാരിച്ച്, അങ്ങനെ പുള്ളിക്ക് ഷുഗറും ഒക്കെ ഉള്ള പാർട്ടിയാണ്, പക്ഷെ അടുക്കത്തില്ലായിരുന്നു. അങ്ങനെ ഞങ്ങള് കൂടുതലായിട്ടൊന്നും കൊടുത്തില്ല. ഒരു ചാമ്പിത്തൈലും അതുപോലെ തന്നെ ഒരു റോളോണും പിന്നെ പൈൽസിന് വേണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളൊരു ബ്രോഷറും കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ട് പോന്നു. ഷുഗറിന്റെ എടുത്തോളാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞങ്ങൾ കൊടുത്തിട്ട് പോന്നിട്ട് അതിനുശേഷം ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞപ്പോ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മുരളി ഒരു കാര്യമുണ്ട്,
ഇങ്ങനെ പയറ്റിന് എന്താ നിങ്ങളുടെ കയ്യിൽ ഉള്ളതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞങ്ങളോട് പുതിയൊരു പ്രോഡക്റ്റ് ഇറങ്ങിയിട്ടുണ്ട്, നല്ലൊരു പ്രോഡക്റ്റ് ആണ്, അത് മാത്രം കഴിച്ചാൽ മതി, വേറെ പ്രശ്നമൊന്നും ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു. അപ്പൊ വൈഫിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ ഇതൊന്നും നമ്മളോട് പറയുന്നില്ലായിരുന്നു, നേരത്തെ ഒന്നും പറയുന്നില്ലായിരുന്നു. അങ്ങനെ നമ്മള് അതിന് പയൽസിസി കൊണ്ട് കൊടുത്തു. അത് മാത്രമേ കൊടുത്തു, കാരണം അതിന്റെ ക്രീം കൊടുത്തില്ല, ക്രീം വേണ്ടാന്ന് പറഞ്ഞു, പയൽസിസിയുടെ മാത്രമേ കൊടുത്തുള്ളൂ. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ അതുപോലെ തന്നെ മോക്ക് പിന്നെ ഇതിന്റെ കല്ലിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു, സ്റ്റോണിന്റെ. അതിന് വേണ്ടിയിട്ട് നമ്മൾ പ്രോഡക്റ്റ് കൊടുത്തു. അത് കഴിച്ചു തുടങ്ങിയതേ ഉള്ളൂ, അതിന് റിസൾട്ട് ശരിക്കും ആയിട്ടില്ല. വൈഫിന് കൊടുത്തതിന്റെ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് സംസാരിച്ചോണ്ടിരിക്കുന്ന പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, കഴിച്ചിട്ട് പ്രശ്നങ്ങളൊന്നുമില്ല, കുറവ് തോന്നുന്നുണ്ട് എന്നാണ് പറഞ്ഞേക്കുന്നത്. അതിന്റെ പൂർണ്ണ റിസൾട്ട് എത്തിത്തുടങ്ങിയില്ല, എത്തിക്കഴിയുമ്പോൾ അതിനെ ഞാൻ അറിയിക്കാം. അപ്പൊ ഇത്രയൊക്കെയാണ് തൽക്കാലം പറയാനുള്ള. ഒരുപാട് റിസൾട്ടുകൾ കിടപ്പുണ്ട്, പക്ഷെ പലർക്കും പറയാനുള്ള സമയം വേണമല്ലോ.